ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. മേഘനാഥൻ്റെ മരണം രാവണനിലുണ്ടാക്കിയ വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിലയിലുള്ളതായിരുന്നു. ഭ്രാന്തമായ നിലയിലാണ് രാവണൻ പ്രതികരിച്ചത്. രാവണൻ അതിനിടയിൽ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു, ആ ഹനുമാൻ കൊണ്ടുവന്ന മരത്വാമല അവിടെ ഉണ്ടോ? അതിൽ ഔഷധമെടുത്ത് തൻ്റെ പുത്രനെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ദൂതന്മാർ പറഞ്ഞു, അത് കൊണ്ടുവന്ന് അപ്പം തന്നെ മടക്കി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. രാവണൻ മുഷ്ടി ചുരുട്ടി അവിടെ ഇവിടെ ഇടിക്കുകയും നിലവിളിക്കുകയും പൊട്ടിക്കരയുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈ സമയം മണ്ഡോദരി കടന്നു വന്ന് മണ്ഡോദരിയുടെ വിലാപം, തൻ്റെ പ്രിയപുത്രൻ്റെ മരണം എത്ര പ്രാവശ്യം പറഞ്ഞതാണ് അങ്ങയോട് സീതാദേവിയെ മോചിപ്പിക്കണമെന്ന്. നാമും എത്രയോ പ്രാവശ്യം പറഞ്ഞതില്ലേ രാജൻ, അങ്ങ് കേട്ടില്ലല്ലോ. നിലവിളിച്ചുകൊണ്ട് മണ്ഡോദരി ആ ദുഃഖം പങ്കുവയ്ക്കുകയാണ്. ഒപ്പം മണ്ഡോദരി മേഘനാഥൻ്റെ ജന്മം മുതലുള്ള ഓരോ സംഭവങ്ങളും ഓരോന്നോരോന്നായി വിളിച്ചു പറയാൻ തുടങ്ങി. ഓരോരുത്തരെ തോൽപ്പിച്ചതും, ഒരു സമയം പറഞ്ഞു ത്രിമൂർത്തികളെപ്പോലും തോൽപ്പിക്കാൻ പ്രാപ്തനായ എൻ്റെ പ്രിയപുത്രൻ മേഘനാഥൻ കേവലം മനുഷ്യരാൽ കൊല്ലപ്പെട്ടു, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ വിധം ഇങ്ങനെ വേദന കൊണ്ട് മണ്ഡോദരി ഓരോന്നും വിളിച്ചു പറഞ്ഞ് ബോധരഹിതയായി മാറി. രാവണനൊന്നും പ്രതികരിക്കാനാവാതെ രാവണനും ദുഃഖം പങ്കുവയ്ക്കുകയാണ്. ഒരു സമയം കഴിഞ്ഞപ്പോൾ രാവണൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു, നാം സീതയെ വധിക്കാൻ പോവുകയാണ്. അവൾ കാരണമാണല്ലോ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്, ഇനി അവൾ ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രഹാസ്ത്രവും എടുത്ത് തിരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ രാവണന്റെ മന്ത്രിമാരിൽ ഒരാളായ സുപാർശ്വൻ ഇടപെട്ട്, അങ്ങൊരിക്കലും അത് ചെയ്യരുത്, അങ്ങൊരു സ്ത്രീയെ വധിച്ച് അങ്ങയുടെ യശസ്സിന് കളങ്കമേൽപ്പിക്കരുത്. അങ്ങ് മഹാനായ പോരാളിയാണ്, അങ്ങ് പണ്ഡിതനാണ്, വേദജ്ഞാനിയാണ്, ലോകം മുഴുവൻ കീഴടക്കിയ മഹായോദ്ധാവാണ്. അങ്ങ് ഒരു സ്ത്രീയെ വധിച്ചുകൊണ്ട് ദേവന്മാരുടെ മുന്നിലും ലോകത്തിന് മുന്നിലും രാവണൻ നിവർത്തി കെട്ടപ്പോൾ ഒരു സ്ത്രീയെ വധിച്ചു എന്ന് പറയുന്ന നിലയിൽ ഒരവസ്ഥ ഉണ്ടാക്കരുത്. ഈ വിധം സുപാർശ്വൻ രാവണന്റെ മഹത്വങ്ങൾ ഓരോന്നായി പറഞ്ഞ് രാവണനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. രാവണന്റെ കോപമടങ്ങുന്നില്ല. കോപവും ദുഃഖവും രണ്ടും കൂടെ ഇടകലർന്ന ഒരു അവസ്ഥയിലായിരുന്നു രാവണൻ. പെട്ടെന്ന് രാവണൻ തൻ്റെ ശക്തി വീണ്ടെടുത്തുകൊണ്ട് രാവണൻ സുപാർശ്വനോടും മറ്റു
തൻ്റെ സഹായികളോടും പറഞ്ഞു, ഉടൻ തന്നെ 14 ലോകങ്ങളിലുമുള്ള മുഴുവൻ കർബുരന്മാരെയും രാക്ഷസരെയും അസുരന്മാരെയും വരാൻ പറയും. നാം ഇവിടേക്ക് വിളിപ്പിക്കുന്നു എന്ന് പറയുക. യുദ്ധത്തിന് തയ്യാറായി വരാൻ സകലരോട് ആവശ്യപ്പെടുക. ഇത് കേട്ട് അവർ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. എല്ലാ ലോകങ്ങളിലും 14 ലോകങ്ങളിലും ഉള്ള കർബുരന്മാരെയും അസുരന്മാരെയും രാക്ഷസരെയും വിളിക്കുവാൻ ഏർപ്പാട് ചെയ്തു. ഈ സമയം രാവണൻ അവിടെ നിന്നും നേരെ കുലഗുരുവായ ശുക്രാചാര്യരെ കാണുവാൻ പോയി. ശുക്രാചാര്യനെ കണ്ടു, തൻ്റെ വേദനകൾ പങ്കുവച്ചു. തൻ്റെ മക്കളായ ഇന്ദ്രജിത്തും അതികായനും ഒക്കെ കൊല്ലപ്പെട്ട വിവരം വേദനയോടെ ശുക്രാചാര്യരോട് രാവണൻ പറഞ്ഞു. ഒപ്പം ബന്ധുജനങ്ങൾ വളരെ വൻതോതിൽ കൊല്ലപ്പെട്ട കാര്യം കുംഭകർണനും കുംഭകർണൻ്റെ മക്കളും ബന്ധുക്കളായ മഹാപാർശ്വൻ്റെയും അതുപോലെ മകരാക്ഷൻ്റെയും ഒക്കെ മരണം ഉണ്ടാക്കിയ ദുഃഖം ശുക്രാചാര്യരോട് പറഞ്ഞു. അപ്പോൾ ശുക്രാചാര്യർ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നിട്ട് പറഞ്ഞു, ഇതിനൊരു പ്രതിവിധിയേ ഉള്ളൂ. ഇതിനെ അതിജീവിക്കാൻ കഴിയും, യുദ്ധത്തിൽ ജയിക്കാൻ കഴിയും. അതിന് രാജൻ ഹോമം ചെയ്യണം, ദേവതയെ പ്രീതിപ്പെടുത്തണം. പക്ഷെ അതാരും അറിയാൻ പാടില്ല. ഒരു നിലയിലും ഇത് മുടങ്ങാൻ പാടില്ല. ഹോമം നടക്കുന്നത് ഒരു നിലയിലും മുടങ്ങാൻ പാടില്ല. ഹോമം നടത്തണം. ഹനുമാൻ അടക്കമുള്ള വാനരശ്രേഷ്ഠർ അപ്പോൾ ലങ്കയെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. ആ വിവരം രാവണൻ അറിയാം. ലങ്കയെ വാനരന്മാരിങ്ങനെ ചുറ്റിക്കറങ്ങി വിശേഷങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, വിവരങ്ങൾ ചോർത്തുന്നുണ്ട് എന്നുള്ള കാര്യം രാവണൻ അറിയാം. അപ്പോൾ ഇതാരും അറിയാതെ വേണം ഹോമം നടത്തേണ്ടത്, ഹോമത്തിന് പോകേണ്ടത് എന്നത് ഒരു പ്രധാന വിശേഷമാണ്. രാവണന് എല്ലാവരിലും ഭയം ഹനുമാനെയാണ്. ഹനുമാൻ പോയി മരുന്ന് കൊണ്ടുവന്നു. ഹനുമാൻ ലങ്കയിലെത്തി, ലങ്ക നശിപ്പിച്ച്. പല യുദ്ധത്തിലും ഹനുമാന്റെ പോരാട്ടം, ഹനുമാന്റെ സാന്നിധ്യം രാവണനെ വല്ലാണ്ട് അസ്വസ്ഥനാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹോമം തുടങ്ങാൻ പോകുന്നതിന് മുമ്പും താൻ ആലോചിച്ചത് ഹനുമാൻ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയമാണ് തോന്നിയത്. ഹനുമാൻ ഇവിടെ നടക്കുന്നുണ്ട് എന്ന്. ഹനുമാൻ പല രൂപത്തിൽ രൂപം മാറാൻ കഴിയുന്ന ഒരു വാനരനാണ് എന്ന് രാവണൻ നന്നായി അറിയാം. അതുകൊണ്ടാണ് ഭയം. ശുക്രാചാര്യർ പറഞ്ഞ നടപടി പൂർത്തിയാക്കാനായി മണ്ഡോദരിയോട് പോലും പറയാതെ, തൻ്റെ പ്രിയ പത്നി മണ്ഡോദരിയോട് പോലും പറയാതെ പാതാള സമാനമായ ഒരു ഗുഹ നിർമ്മിച്ചു.
ഗുഹ നിർമ്മിച്ച് രാവണൻ ആ ഗുഹയിലേക്ക് ഹോമത്തിനായി പോയി. ചുവന്ന പട്ട് തലയിൽ കെട്ടി വളരെ വലിയ തയ്യാറെടുപ്പോടുകൂടി ആ ഗുഹയിലേക്ക് പോയി. ഗുഹയുടെ കവാടം വലിയ പാറകൾ കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞു. ഒരു നിലയിലും ആരും അറിയരുത് എന്നുള്ള ശക്തമായ താക്കീത് കൊടുത്തുകൊണ്ടാണ് ആ നിലയിൽ രാവണൻ ഗുഹയ്ക്കുള്ളിലേക്ക് പോയത്. രാവണൻ അവിടെ പോയി ഹോമം ആരംഭിച്ചു. ഈ ഹോമം കഴിയുമ്പോൾ കിട്ടുന്ന ദിവ്യശക്തിയും അവിടെ നിന്ന് ഉയർന്നു വരുന്ന ചില പ്രത്യേക ആയുധങ്ങളും ഉണ്ടെങ്കിൽ രാവണനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. രാവണൻ അജയ്യനായി തുടരും. ശ്രീരാമദേവൻ എന്നല്ല, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത നിലയിലുള്ള ശക്തി ആർജിക്കാൻ കഴിയുന്ന ഹോമമാണ് ശുക്രാചാര്യർ പറഞ്ഞു നൽകിയ മന്ത്രം. ഹോമമന്ത്രം ഓങ്കാരത്തിൽ ആരംഭിച്ച് ഉള്ള ഒരു മന്ത്രമാണ്. ആ മന്ത്രം ഇടതടവില്ലാതെ ഉച്ചരിക്കണം എന്നും ശുക്രാചാര്യർ കൽപ്പിച്ചു. രാവണൻ തപസ് ചെയ്യുന്ന കാര്യത്തിൽ ഈശ്വരപ്രതിക്ക് വേണ്ടി എത്ര കഠിനമായ തപസ്സും ചെയ്യുവാൻ മനക്കരുത്തുള്ള ഒരു വ്യക്തിയാണ് എന്ന് അറിയാം. ചെറുപ്പകാലത്ത് തന്നെ ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തിയത്, എത്രയോ കാലം തപസ് ചെയ്തിട്ട് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടാതെ വന്നപ്പോൾ ഓരോ തലകളും അറിഞ്ഞിട്ട് ആ തലകൾ നഷ്ടപ്പെട്ടിട്ടും 10ാമത്തെ തലയും അറുത്ത് മാറ്റാൻ തീരുമാനിക്കുമ്പോഴാണ് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ തലകളും രാവണൻ ആവശ്യപ്പെട്ട വരങ്ങളും കൊടുത്തുള്ളത്. രാവണൻ അത്ര കഠിനമായ തപസ്സനുഷ്ഠിക്കാൻ പ്രാപ്തിയുള്ള ആളാണ്. അതുപോലെ കൈലാസമെടുത്ത് മറിക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രീപരമേശ്വരൻ പദമൂന്നിയപ്പോൾ കൈലാസം കയ്യിലായിപ്പോയി. അപ്പൊ തൻ്റെ കയ്യിലൊരു വീണയാണ് എന്ന് ഭാവിച്ചുകൊണ്ട് ഭഗവാനെ, ശ്രീപരമേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ അവിടെ നിന്ന രാവണൻ ആ തപശക്തിയിൽ സന്തോഷം തോന്നിയാണ് ശ്രീപരമേശ്വരൻ ചന്ദ്രഹാസം എന്ന ആയുധം കൊടുത്തത്. അതുകൊണ്ട് രാവണൻ തപസ്സനുഷ്ഠിക്കുവാനും യാഗം നടത്തുവാനും ഹോമം നടത്തുവാനും ഒക്കെ തുടങ്ങുമ്പോൾ രാവണൻ്റെ ഇച്ഛാശക്തിയെ ഒരു നിലയിലും ആർക്കും പെട്ടെന്ന് തകർക്കാൻ കഴിയില്ല. രാവണൻ അത് പൂർത്തിയാക്കാൻ പ്രാപ്തിയുള്ള ആളാണ്. രാവണൻ അങ്ങനെയുള്ള ആളാണ്. രാവണൻ്റെ ഈ ഹോമം തുടരവേ കുറേ സമയം കഴിയുമ്പോൾ അവിടെ നിന്നും പുക ഉയർന്നു വന്നു. പുക ഉയർന്നു വന്നു. ആകാശത്തിലേക്ക് പുക ഇങ്ങനെ ഉയർന്നു പോകുന്നത് കണ്ടപ്പോൾ അകലെ നിൽക്കുകയായിരുന്ന വിഭീഷണനും സംഘവും വാനര സംഘവും ഇത് കണ്ടു. അവിടെ നിന്ന് പുക ഉയരണമെങ്കിൽ, ഇപ്പോൾ ഈ വിധത്തിൽ പുക ഉയരണമെങ്കിൽ രാവണൻ കൃത്യമായും യാഗത്തിലായിരിക്കും, ഹോമത്തിലായിരിക്കുമെന്ന് വിഭീഷണൻ അറിയാം. ഇത് വളരെ വലിയ അപകടത്തിലേക്കാണ് എന്നും വിഭീഷണൻ മനസ്സിലാക്കി. വിഭീഷണൻ പെട്ടെന്ന് ശ്രീരാമദേവനോടായി പറഞ്ഞു, രാവണൻ ദശാനനൻ ഹോമത്തിലാണ്. ഈ ഹോമം വിജയിച്ചാൽ ദശാനനന് കിട്ടുന്ന ശക്തി വളരെ വലിയ ശക്തിയായിരിക്കും.
ദശാന്റെ കഠിന തപസ് തകർക്കുവാൻ പ്രയാസമാണ്. ആ തപസ് മുടക്കണം. തപസ് മുടക്കിയില്ല എങ്കിൽ യുദ്ധം ജയിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഏതു വിധേനയും തപസ് മുടക്കണം എന്ന് വിഭീഷണൻ ശ്രീരാമദേവനോട് പറഞ്ഞു. ശ്രീരാമദേവൻ തപസ് മുടക്കാൻ അനുവാദം നൽകി. അതിലേക്ക് വേണ്ടി വാനരെ നിയോഗിച്ചു. സുഗ്രീവനും അംഗദനും ഹനുമാനും അടക്കമുള്ള വാനരസേനയെ അതിലേക്ക് പോകാൻ നിയോഗിച്ചു. ആ യാത്രയിൽ വിഭീഷണനും ലക്ഷ്മണനും ഒന്നും പോയില്ല. വാനരർ മാത്രമാണ് പോയത്. അവർ ലങ്കയ്ക്കുള്ളിൽ കടന്നു ചെന്നു. ലങ്കയ്ക്കുള്ളിൽ കടന്നു ചെന്ന് അവിടെ മുഴുവൻ ചുറ്റിത്തിരിഞ്ഞിട്ടും ഇതെവിടെയാണ് ഹോമം നടക്കുന്നത് എന്ന് ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെ കറങ്ങി വരുമ്പോഴാണ് വിഭീഷണന്റെ ഭാര്യ സരമ അവിടെ നിൽക്കുന്നത് കണ്ടു. സരമ ഇങ്ങനെ വാനരന്മാരെ കണ്ടപ്പോൾ സരമ അവർക്ക് കണ്ണ് കാണിച്ചു കൊടുത്തു, അവിടെയാണ് നടക്കുന്നതെന്ന്. അങ്ങനെ സരമയുടെ ഒരു 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 സഹായത്താൽ ഇവർ നേരെ ആ സ്ഥലത്തേക്ക് വേഗത്തിൽ പാഞ്ഞു വന്നു. പാഞ്ഞു വന്നപ്പോൾ രാക്ഷസർ കാവൽ നിൽക്കുകയാണ്. അവരുമായി ഏറ്റുമുട്ടലായി. അംഗദൻ ആ വലിയ ഗുഹ മറച്ചിരുന്ന പാറ എടുത്തു മറിച്ചു. ഇവരെല്ലാവരും കൂട്ടത്തോടുകൂടി ആ ഗുഹയ്ക്കുള്ളിൽ കിരച്ചു കയറി. അവർ ചെന്ന് രാവണനെ ആക്രമിക്കുകയും രാവണന്റെ തലയിൽ നിന്ന് കെട്ടിയിരിക്കുന്ന ആ ഇതൊക്കെ പട്ടൊക്കെ പിടിച്ചഴിക്കുകയും രാവണനെ പല വിധത്തിലും ശല്യം ചെയ്തിട്ട് രാവണൻ അനങ്ങുന്നില്ല. രാവണന്റെ ഹോമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രാവണനെ ഒരു നിലയിലും രാവണനെ ശല്യം ചെയ്തിട്ട് രാവണൻ അനങ്ങുന്നില്ല. രാവണൻ ഇങ്ങനെ ദൃഢമായി ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തൻ്റെ ഹോമം തുടരുകയാണ്. ഈ സമയം രാവണൻ ഇങ്ങും കാണാത്തതുകൊണ്ട് മണ്ഡോദരി രാവണനെ അന്വേഷിച്ച് നേരെ ഗുഹയിലേക്ക് വന്നു, ഇവിടേക്ക് വന്നു. മണ്ഡോദരിയെ കണ്ടപാടെ കുറേ വാനരന്മാർ മണ്ഡോദരിയെ കയറി ഉപദ്രവിച്ചു. മണ്ഡോദരി ഉപദ്രവിച്ചപ്പോൾ അംഗദൻ ഇടപെട്ട് അത് അരുത് അരുത് എന്ന് പറയാം. അംഗദനും ഹനുമാനും സുഗ്രീവനൊക്കെ വിലക്കി. പക്ഷേ കുറേ വാനരന്മാർ ഉപദ്രവിച്ചു. കാരണം വാനരന്മാരുടെ ഉപദ്രവം മണ്ഡോദരിക്ക് നേരിടേണ്ടി വരുമെന്നുള്ള രാവണന് കിട്ടിയിട്ടുള്ള ശാപമുണ്ടല്ലോ. ആ ശാപം എങ്ങനെയും അനുഭവിച്ചല്ലേ മതിയാവും. ഇതിങ്ങനെ കിട്ടിയ ഉടൻ തന്നെ മണ്ഡോദരി വാനരന്മാർ ആക്രമിക്കപ്പെട്ടു. മണ്ഡോദരി ഉടൻ തന്നെ നിലവിളിച്ചുകൊണ്ട് നാഥ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചപ്പോൾ രാവണൻ കണ്ണു തുറന്നു. രാവണൻ നേരെ തൻ്റെ ഹോമം അവസാനിപ്പിച്ച് മണ്ഡോദരിയുടെ അടുത്തേക്ക് വന്നു, തൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ രാവണൻ്റെ ഹോമം മുടങ്ങി. ഹോമം മുടക്കുക എന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഹോമം മുടങ്ങി. മണ്ഡോദരിയുടെ അടുത്ത് വന്ന് മണ്ഡോദരിയെ വാനരന്മാരുടെ ആക്രമണത്തിൽ രക്ഷിക്കാൻ ഉള്ള നടപടി എന്ന നിലയിലാണ് രാവണൻ ആ നിലയിൽ ചെയ്തത്. അപ്പോൾ രാവണനറിയാം മരണം വന്നെത്തി. ഹോമം മുടങ്ങി, ഇനി ഒരു നിവൃത്തിയുമില്ല എന്നുള്ളതിനെക്കുറിച്ച് രാവണന് മനസ്സിലായി. മണ്ഡോദരി രാവണനോട് ഈ ദുഃഖകരമായ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വേദാന്തിയായ വേദജ്ഞാനിയായ രാവണൻ മണ്ഡോദരിയോട് പതിവില്ലാതെ ശോഭിക്കാതെ ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയെക്കുറിച്ചും നിലനിൽപ്പിനെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും
ശരീരം എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ വേദജ്ഞാനം ചൊല്ലുവാൻ തുടങ്ങി. മണ്ഡോദരി ഇങ്ങനെ രാവണൻ്റെ മുഖത്ത് നോക്കി അവിടെ നിന്നു. കാരണം ഇതുവരെ ദശാനനൻ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. പരമപണ്ഡിതനായ വേദജ്ഞാനികളിൽ വേദജ്ഞാനിയായ ഒരു വ്യക്തിയാണ് രാവണൻ. രാവണൻ ഇങ്ങനെ മണ്ഡോദരിയോട് മണ്ഡോദരി നേരിട്ട ആക്രമത്തെക്കുറിച്ചോ മണ്ഡോദരി നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചോ വിഷമത്തെക്കുറിച്ചോ ഒന്നും തന്നെ പ്രതികരിക്കാതെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. മണ്ഡോദരി അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന് എന്നിട്ട് രാവണനോട് പറഞ്ഞു, നാം അങ്ങയോട് വീണ്ടും പറയുകയാണ്, നമുക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാം. അങ്ങ് സീതയെ ശ്രീരാമന് ഏൽപ്പിക്കണം. രാജ്യം നമുക്ക് വിഭീഷണന് കൊടുക്കാം. നമുക്ക് കാനനത്തിൽ പോയി തപസ്സനുഷ്ഠിക്കാം. അപ്പോൾ രാവണൻ സാധാരണ നിലയിൽ പൊട്ടിത്തെറിക്കാറുള്ള രാവണൻ വളരെ ശാന്തമായി മണ്ഡോദരിയോട് പറഞ്ഞു, പ്രിയ മയപുത്രി മണ്ഡോദരി, നാം ഇപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ മക്കളെ, ബന്ധുജനങ്ങൾ, സഹോദരൻ്റെ മക്കൾ, എത്രയോ ലക്ഷോപലക്ഷം സൈനികർ, ഇവരെ എല്ലാം കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം അവസാനം നാം നമ്മുടെ സുഖമന്വേഷിച്ച് ഈ രാജ്യം ഉപേക്ഷിച്ച് സന്യാസത്തിന് പോകണം എന്നത് നമ്മുടെ സ്വന്തം കാര്യമാണ്. നാം അങ്ങനെ ചെയ്താൽ അത് ശരിയാണ് എന്ന് ദേവിക്ക് തോന്നുന്നുണ്ടോ? നാം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാണ് നമ്മുടെ പുത്രന്മാരെ നാം ഇങ്ങനെ കൊലയ്ക്ക് കൊടുത്തത്? എന്തിനാണ് നമ്മുടെ ബന്ധുജനങ്ങളെ ഒക്കെ കൊലയ്ക്ക് കൊടുത്തത്? എന്തിനാണ് ഇത്രയധികം സൈനികരെ കൊലയ്ക്ക് കൊടുത്തത്? അത് കഴിഞ്ഞ് അതെല്ലാം മറന്ന് സീതയെ തിരിച്ചേൽപ്പിച്ച് വിഭീഷണ രാജ്യം നൽകി നാം സന്യാസത്തിന് പോവുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം സുഖമന്വേഷിച്ചുള്ള, മനഃശാന്തി അന്വേഷിച്ചുള്ള യാത്രയാണ്. അത് ശരിയാണോ? നാം അതിനില്ല. അപ്പോൾ സാധാരണ ദശാനനൻ ഈ വിധത്തിൽ പറഞ്ഞാൽ പ്രതികരിക്കുന്നത് മറ്റൊരു നിലയിലാണ്. പക്ഷേ ശാന്തമായി ഒരു ജ്ഞാനിയെപ്പോലെ, ജ്ഞാനിയാണല്ലോ, ജ്ഞാനിയെപ്പോലെ രാവണൻ പ്രതികരിച്ചു കണ്ടു. ഈ സമയം ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരുന്ന കർവരന്മാരെയും രാക്ഷസരെയും അസുരന്മാരെയും കൊണ്ടുവരാൻ പറഞ്ഞയച്ച ആളുകൾ മടങ്ങിയെത്തുകയും ലങ്കയിൽ കാൽകുത്താൻ പോലും സ്ഥലമില്ലാത്ത നിലയിൽ ലങ്ക മുഴുവൻ കൊടിയ രാക്ഷസന്മാരെ കൊണ്ടും അസുരന്മാരെ കൊണ്ടും കർവരന്മാരെ കൊണ്ടും നിറഞ്ഞു. പാതാളത്തു നിന്നും പാതാള രാവണന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘവും വന്നു. പാതാള രാവണൻ
മാല്യവാന്റെ സഹോദരപുത്രനാണ് പാതാള രാവണൻ. വലിയ പോരാളിയാണ് പാതാള രാവണൻ. പാതാള രാവണന്റെ സഹോദരൻ കുംഭോദരനുണ്ട്. രണ്ടുപേരും കൂടെ ഒന്നിച്ചു ചേർന്നാൽ ലോകം കീഴ്മേൽ മറിയും. ദശാനേക്കാളും എത്രയോ കരുത്തനായ പോരാളിയാണ് പാതാള രാവണൻ. പാതാള രാവണന് ഇഷ്ടം മനുഷ്യരെ ഭക്ഷിക്കുക, മൃഗങ്ങളെ ഭക്ഷിക്കുക, ജീവനോടെ പിടിച്ച് ഭക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു ഇരിപ്പിൽ തന്നെ 1000 കുരങ്ങന്മാരെയൊക്കെ ഭക്ഷിക്കും, ഒരു ബുദ്ധിമുട്ടുമില്ല. കുരങ്ങന്മാർ ഇത്രയധികം കുരങ്ങന്മാരുണ്ടെന്ന് കേട്ടപ്പോൾ, മാനവന്മാരുണ്ടെന്ന് കേട്ടപ്പോൾ ഭക്ഷണത്തിന് ധാരാളം സൗകര്യമുണ്ടല്ലോ എന്നാണ് പാതാള രാവണൻ പ്രതികരിച്ചത്. ഈ വിധത്തിൽ വലിയ സേന അവിടെ വന്നു നിറഞ്ഞു. ലങ്കയിൽ ഇതുവരെ കൊല്ലപ്പെട്ടതും ലങ്കയിൽ ഉണ്ടായിരുന്നതുമായ സൈന്യത്തിൻ്റെ എത്രയും ഇരട്ടി ലോകത്തുള്ള ഈ രാക്ഷസ ശക്തി അവിടെ വന്നു നിരന്നു. അവർക്ക് വന്ന് അവർക്ക് യുദ്ധം ചെയ്യണം. എവിടെ ആരെ പിടിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആവേശത്തിലാണ് അവർ വന്നത്. ഇത് കണ്ടപ്പോൾ രാവണൻ സന്തുഷ്ടനായി. രാവണൻ യുദ്ധത്തിന് ഉള്ള തയ്യാറെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. കാരണം ഈ ശക്തി ശ്രീരാമലക്ഷ്മണന്മാർക്ക് അറിയില്ല. ഈ ശക്തി വാനരന്മാർ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുള്ളതല്ല. 10 തലയുള്ള രാവണന് പകരം 20, 25, 30, 100 തലകളുള്ള കൊടും രാക്ഷസന്മാർ, അതിഭീകരന്മാർ ആയിട്ടുള്ള ആളുകൾ, രാക്ഷസന്മാർ വന്നിരുന്നിരിക്കുകയാണ്. ഇവർ യുദ്ധത്തിനായി വന്നു. ഇവരുടെ ഒക്കെ രാജാവ് വഹിനി രാവണനോട് ചോദിച്ചു, എന്ത് ഈ 2 മനുഷ്യരെ ദശാനന് നേരത്തെ വധിക്കാമായിരുന്നില്ല, എന്തുകൊണ്ട് ചെയ്തില്ല? രാവണൻ ശ്രീരാമദേവനോട് ഏറ്റുമുട്ടിയതും പരാജയപ്പെട്ടതുമായ കാര്യം രാവണൻ പുറത്തു പറഞ്ഞില്ല. രാവണൻ പറഞ്ഞു, നാം ഈ മനുഷ്യരോട് ഏറ്റുമുട്ടുന്നത് ചെറിയ കാര്യമല്ലേ, അതുകൊണ്ടാണ് നാം അങ്ങനെ ചെയ്യാതിരുന്നത്. ഒരു കാര്യം ചെയ്യൂ, നമുക്ക് ആ 2 മനുഷ്യരെയും വധിക്കുന്ന ജോലി നിങ്ങളെ ഏൽപ്പിക്കുന്നു. നാമും നമ്മുടെ സൈന്യവും മറ്റൊരു ഭാഗത്ത് പോയി വാനരന്മാരെ നേരിടാം. നിങ്ങൾ ഇവിടെ ഇവരെ നേരിടുക എന്ന് പറഞ്ഞ് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. രാവണൻ യുദ്ധത്തിനായി പോയി. പാതാള രാവണനും വഹിനിയുടെ നേതൃത്വത്തിൽ പ്രധാന കവാടത്തിലേക്ക്, പ്രധാന ഗോപുരത്തിലേക്ക്, ഗോപുരമൊന്നുമില്ല, ഗോപുരമൊക്കെ പൊടിഞ്ഞു പോയി, എങ്കിലും ആ ഭാഗത്തേക്കുള്ള യുദ്ധഭൂമിയിലേക്ക് അണിനിരന്നു. ഇവർ വരുന്നത് കണ്ട് വാനരന്മാർ പേടിച്ചോടി. യുദ്ധം പതിയാക്കി സേതുവിലേക്ക് മടങ്ങി. സേതു ബന്ധം നടത്തില്ല, സേതുവിലേക്ക് അതുവരെ മടങ്ങി കുറേ വാനരന്മാർ. ശ്രീരാമദേവൻ ഇത് കണ്ടു, വാനരന്മാർ പേടിച്ചോടുന്നത്. ജാംബവാനും, വേദകാലം മുതലുള്ള കപികുല ആചാര്യനാണ് ജാംബവാൻ. ജാംബവാനും പേടിച്ച് ഓടുന്നത് കണ്ടു. അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, അവരെ മടക്കി വിളിക്കാൻ പറഞ്ഞു. ഇതിനിടെ അംഗദൻ
ജാംബവാനോടും മറ്റു വാനരോടും അങ്ങനെ ഒളിച്ചോടിയതിനെക്കുറിച്ച്, ഭയന്നോടിയതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. ജാംബവാനോട് പറഞ്ഞു, ശ്രീരാമദേവന് നാം വാക്കുകൊടുത്തതാണ് അദ്ദേഹത്തെ സംരക്ഷിക്കാമെന്ന്, യുദ്ധത്തിൽ പങ്കെടുക്കാമെന്ന്. അങ്ങെന്താണ് ഈ കാണിച്ചത്? അങ്ങേപ്പോലെ. അപ്പോൾ ജാംബവാൻ പറഞ്ഞു, നാം അനേക യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വന്നത് ദേവാസുര യുദ്ധകാലത്ത് ദേവന്മാരെ തോൽപ്പിച്ച അസുരന്മാരാണ്. ഇവർ വളരെ ഭീകരന്മാരാണ്. അവരോടൊപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള കൊടും ഭീകരതയാണ് നാം കണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സൊന്ന് പതറിപ്പോയി. എന്തായാലും നാം മടങ്ങിപ്പോകുന്നില്ല, നമുക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു ജാംബവാൻ മറ്റു വാനരന്മാർക്കൊപ്പം തിരിച്ചു വന്നു. ആ വന്ന സമയം ശ്രീരാമദേവൻ പറഞ്ഞു, ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണൻ ഈ വാനരന്മാരെയും കൂട്ടി മറുഭാഗത്തേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് അവിടെ രാക്ഷസരുമായി ഏറ്റുമുട്ടാൻ പറഞ്ഞു. ഇവരെ നാം ഒറ്റയ്ക്ക് നേരിട്ട് കൊള്ളാം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഹനുമാൻ രംഗത്ത് വന്ന് പറഞ്ഞു, സ്വാമിൻ എൻ്റെ ശരീരത്തിൽ കയറി, എൻ്റെ ചുമലിൽ കയറി യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, വേണ്ട. ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹനുമാന്റെ സേവനമായിരുന്നു, ഹനുമാന്റെ ഇടപെടലുകളായിരുന്നു. ഇത് വേണ്ട, നാം ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാം. ശ്രീരാമദേവൻ പടച്ചട്ട അണിഞ്ഞ് നേരെ യുദ്ധത്തിൽ നിന്നു. യുദ്ധത്തിൽ ചെല്ലുമ്പോൾ അവർ നോക്കുകയാണ്, ഇത്രയും കൊടുഭീകരന്മാരായ രാക്ഷസന്മാരും കർപ്പൂരന്മാരും അസുരന്മാരും ഒക്കെ നോക്കുകയാണ്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നടന്നു വന്നു, വന്ന് ഞാണലിട്ടു. ഞാണലിട്ടപ്പം ലോകം വിറച്ചു പോകുന്ന ഞാണൽ ശബ്ദം കെട്ടി വന്ന രാക്ഷസന്മാർ ഭയന്ന് പുറകോട്ടോടി, ഭയന്നു പോയി. ശ്രീരാമൻ്റെ ഞാണലിട്ട് യുദ്ധം തുടങ്ങി. ശ്രീരാമദേവന്റെ ശരവർഷം തുടങ്ങി. അപ്പോൾ മായാസ്ത്രവും പ്രയോഗിച്ചു. അവരെല്ലാവരും പരസ്പരം ഓരോരുത്തരും തങ്ങൾ ശ്രീരാമനോടാണ് ഏറ്റുമുട്ടുന്നത് എന്ന നിലയിലല്ലേ. കോടാനുകോടി ശ്രീരാമന്മാരെ കാണുകയാണ്, എവിടെയും ശ്രീരാമൻ. അങ്ങനെ യുദ്ധം തുടങ്ങി. ചുരുങ്ങിയ സമയം കൊണ്ട് ആ സൈനികർ, ആ രാക്ഷസന്മാരിൽ ബഹുഭൂരിപക്ഷവും മരിച്ചു വീണു. ഇങ്ങനെ ആളുകൾ പിന്തിരിഞ്ഞോടുന്ന കണ്ട് വഹിനി, ഇവർ രാജാവാണ്, വഹിനി അവരെ വീണ്ടും വിളിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ എവിടെ ഓടുന്നത്? നിങ്ങളെല്ലാവരും ചുറ്റും നിന്ന് ശ്രീരാമന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വിടാൻ മതിയല്ലോ ശ്രീരാമന്റെ കഥ കഴിയാൻ. കാരണം ശ്രീരാമനേക്കാളും വലിപ്പമുള്ള രൂപത്തിലുള്ള ആളുകളാണ്. അപ്പൊ ശ്രീരാമന് ചുറ്റും നിന്ന് മറിഞ്ഞു വിടാൻ മതിയല്ലോ. ഇവർ ശ്രീരാമന് ചുറ്റും നിന്ന് മറിഞ്ഞു വീഴുക, അവർ എല്ലായിടത്തും ശ്രീരാമനെ കാണുകയില്ല. എവിടെ മറിഞ്ഞു വീഴും? എല്ലായിടത്തും മറിഞ്ഞു വീഴുക. ഈ വിധത്തിൽ അവരുടെ യുദ്ധം. ഹനുമാൻ പാതാള രാവണനുമായി ഏറ്റുമുട്ടി. പാതാള രാവണനുമായുള്ള ഏറ്റുമുട്ടൽ വളരെ വലിയ ഏറ്റുമുട്ടലാണ്. പാതാള രാവണന്റെ യുദ്ധ നൈപുണ്യം കണ്ട് ഹനുമാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതുവരെ ആ യുദ്ധമുഖത്ത് മേഘനാഥനിൽ നിന്നോ നേരത്തെ രാവണനിൽ നിന്നോ ഒന്നും കാണാത്ത നിലയിലുള്ള കടും പോരാട്ടം. കുരങ്ങന്മാരെ, വാനന്മാരെ കുരങ്ങന്മാരെന്ന് വിളിച്ചുകൊണ്ട്
പാതാളരാവണൻ പിടിച്ച് ഭക്ഷിക്കുകയാണ് പലതിനും. പാതാളരാവണന്റെ കയ്യിൽപ്പെടാതെ ഓടി രക്ഷപ്പെടുകയാണ് പലതും. ഒരു നിവൃത്തിയുമില്ല പാതാളരാവണനെ തോൽപ്പിക്കാൻ. പാതാളരാവണനെ തോൽപ്പിക്കാനാവില്ല. പാതാളരാവണനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കുമാവില്ല എന്ന് ബോധ്യപ്പെട്ടു. പാതാളരാവണൻ തൻ്റെ ജീവൻ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു പ്രത്യേകതരം കല്ലിലാണ്. ഈ വൈഡൂര്യം എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു വലിയ കല്ലിലാണ്. അത് പാതാളത്തിൽ കാളീദേവിയുടെ പൂജാസ്ഥലത്ത് വച്ചിരിക്കുകയാണ്. ഇക്കാര്യം രാവണന്മാർ തമ്മിൽ, ദശാനനും പാതാളരാവണനും തമ്മിൽ സംസാരിക്കുന്നത് സരമ കേട്ടു. വിഭീഷണന്റെ ഭാര്യ ഇക്കാര്യം തന്ത്രപൂർവം ഹനുമാനെ അറിയിച്ചു. കാരണം യുദ്ധത്തിനിടയിൽ ഇങ്ങനെ കറങ്ങി ഓടുന്ന സമയത്ത് ശർമ്മയെ കണ്ടു. ശർമ്മ സിഗ്നൽ കാണിച്ചു ഹനുമാന്റെ അടുത്ത് പറഞ്ഞു ഇന്നതാണെന്ന് പറഞ്ഞു. നേരെ ഹനുമാൻ ഞൊടിയിട കൊണ്ട് ആ പാതാളത്തിലെത്തി ആ മുത്ത്, ആ കല്ല് എടുത്തു. പക്ഷേ അത് പുറത്തെങ്ങനെ കൊണ്ടുപോകും? ഭയങ്കര പ്രകാശമാണ്. അത് കയ്യിൽ വയ്ക്കാൻ പറ്റില്ല, പ്രകാശമാണ്. ആ പ്രകാശത്തോടുകൂടി അതെടുത്തുകൊണ്ട് വന്നാൽ പുറത്ത് കിടക്കാനാവില്ല, അവിടെ ആക്രമണം ഉണ്ടാവും. ഹനുമാൻ അത് നേരെ വായിക്കാത്തിട്ടു. അത് ഇട്ടുകൊണ്ട് നേരെ വന്ന് യുദ്ധം തുടങ്ങി. പാതാളരാവണനായിട്ട് യുദ്ധം തുടങ്ങി. ഞാൻ കടിച്ചങ്ങ് പൊട്ടിച്ചു. രാവണൻ തടക്കണം. പാതാളരാവണൻ അവസാനിച്ചു. പാതാളരാവണനും കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ രാവണൻ ആകെ തളർന്നുപോയി. ഇത്രയും വന്ന വലിയ സൈന്യത്തെ ശ്രീരാമദേവൻ ഒറ്റയ്ക്കാണ് നേരിട്ടതെന്നും പാതാളരാവണനെ ഹനുമാൻ ഇടിച്ചു കൊന്നുവെന്നും രാവണൻ കേട്ടത്. അപ്പോൾ രാവണൻ തൻ്റെ കൈവശമുള്ള വേല്, ഇതെല്ലാം വിഭീഷണ പറയാതെ, വിഭീഷണൻ ഇടപെടാതെ ഈ കാര്യങ്ങൾക്കൊന്നും തന്നെ ഈ മാർഗം സ്വീകരിക്കാൻ ഇവർക്കാകില്ല എന്ന് രാവണൻ അറിയാം. ഇത്തരം അവരുടെ രാജരഹസ്യങ്ങൾ വിഭീഷണല്ലാതെ മറ്റാരും പറയാതെ ഇവർക്കറിയില്ല എന്ന്, പാതാളരാവണനെ കൊല്ലാനുള്ള വഴി അറിയില്ല എന്നും വിഭീഷണൻ പറഞ്ഞാതെ അറിയില്ല എന്ന് മനസ്സിലാക്കിയ രാവണൻ നോക്കുമ്പോൾ ലക്ഷ്മണൻ അടുത്തായിട്ട് വിഭീഷണൻ യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. രാവണൻ ദേഷ്യം ഇരച്ചു കയറി. രാവണൻ തൻ്റെ ഭാര്യാപിതാവായ മയൻ വിവാഹ സമയത്ത് രാവണന് കൊടുത്ത ഒരു വേലുണ്ട്. ആ വേല് വിഭീഷണനെ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ആ വേലറിഞ്ഞാൽ ആ വേല് കൊല്ലുന്ന ആൾ കൊല്ലപ്പെടും. അത്ര കരുത്തുള്ള വേലാണ്. രാവണൻ ആ വേല് വിഭീഷണൻ നേരെ വലിച്ചെറിഞ്ഞു. ലക്ഷ്മണൻ നേരെ എടുത്ത് കുറുകെ ചാടി. ലക്ഷ്മണൻ്റെ ശരീരത്തിൽ കൊണ്ട് ലക്ഷ്മണൻ ബോധം കെട്ടു വീണു. ലക്ഷ്മണൻ ഇങ്ങനെ ബോധം കിട്ടും, എന്താ കുമാര അയച്ചത്? അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, നമ്മെ അഭയം പ്രാപിച്ച് വന്ന ഒരാളിനെ
കൊലയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒട്ടും നീതിയുള്ളതല്ല. അതുകൊണ്ട് അത് തടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ടാണ് നാം അത് ചെയ്തത്. ഇത് പറഞ്ഞ് ലക്ഷ്മണൻ ബോധം കിട്ടും. ഹനുമാനും ജാംബവാനും സുഗ്രീവനും ഒക്കെ നിൽക്കുകയാണ്. ജാംബവാൻ ഹനുമാനെ നോക്കി. ഹനുമാൻ ഞൊടിയിടയിൽ പോയി ഔഷധമായി വന്നു. ലക്ഷ്മണന് ജീവൻ വെച്ചു. ഈ വിവരം വേലെറിഞ്ഞ് ലക്ഷ്മണനെ കൊന്നു എന്ന വിശ്വാസത്തിൽ ആ ഒരു ആഘോഷം ഉള്ളിൽ ഏറ്റെടുത്തുകൊണ്ട് രാവണൻ കൊട്ടാരത്തിലേക്ക് പോയി. ലക്ഷ്മണനെ വധിച്ചു. നാളെ ശ്രീരാമൻ്റെ കാര്യമല്ലേ ഉള്ളൂ എന്നുള്ള മട്ടിൽ രാവണൻ കൊട്ടാരത്തിലേക്ക് പോയി. പക്ഷേ വന്ന സൈനികർ മുഴുവൻ കൊല്ലപ്പെട്ടതും ഇപ്പോൾ തൻ്റെ കൂടെ ലങ്കയിലുള്ള കുറച്ച് സൈന്യം മാത്രമാണ് അവശേഷിക്കുന്നതെന്നും രാവണൻ അറിയാം. രാവണൻ ആ സന്തോഷത്തിലാണ് ലങ്കയിലേക്ക് മടങ്ങിപ്പോയത്. ഇവർ പോയി സുഗ്രീവനും അംഗദനും ഹനുമാനും ജാംബവാനും വിഭീഷണും ഒക്കെ കൂടി ചെന്ന് ലക്ഷ്മണനും ചെന്ന് അവിടെ നടന്ന സംഭവങ്ങൾ പറഞ്ഞു. അപ്പോൾ ഹനുമാൻ പോയി മരുന്നെടുത്ത് കൊണ്ടുവന്നതും ജീവൻ തിരിച്ചെടുത്തതുമൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ശ്രീരാമദേവനെ വളരെ വലിയ സന്തോഷമായി. ശ്രീരാമദേവൻ സന്തോഷം കൊണ്ട് വദജ, നിന്റെ നാമം ലോകം ഉള്ളിടത്തോളം കാലം വാഴ്ത്തപ്പെടും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. സന്തോഷപൂർവ്വം ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഹനുമാൻ ജയരാമരാമ മന്ത്രം ചൊല്ലി. ജയരാമരാമ മന്ത്രം ചൊല്ലിയപ്പോൾ അവിടെ നിന്നവരും എല്ലാവരും ജയരാമരാമ മന്ത്രം ചൊല്ലി. കാരണം യുദ്ധത്തിൻ്റെ അവസാന നാളിലേക്ക് കടക്കുകയാണ് നാളെ.